മൂന്നാമതൊരു റോറോ സർവീസ് കൂടി ആരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വൈപ്പിൻ നിവാസികൾ. റോറോ വെസലായ സേതു സാഗർ 3 എത്തുന്നതോടെ പശ്ചിമ കൊച്ചിയിലേക്കും നഗരത്തിലേക്കും സുഗമവും മുടക്കമില്ലാത്തതുമായ യാത്ര സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ഇന്ദിരാ യാത്ര വഴി റോറോയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകുന്നു എന്നതും ഇവരുടെ സന്തോഷത്തിന്റെ മധുരം കൂട്ടുന്നു. കൊച്ചിയിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും റോഡ് മാർഗം മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ടി വരുന്ന വൈപ്പിൻ നിവാസികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് കായലിലൂടെയുള്ള ജങ്കാർ യാത്ര ആരംഭിക്കുന്നത്. 80കളുടെ തുടക്കം മുതൽ വൈപ്പിൻ നിവാസികളുടെയും ഇവിടെ നിന്ന് ജോലിക്കും മറ്റുമായി യാത്ര തിരിക്കുന്നവരുടെയും ദീർഘകാലത്തെ ആഗ്രഹ സഫലീകരണം കൂടിയായിരുന്നു അത്. പിന്നീട് സൗമിനി ജെയിൻ കൊച്ചി മേയറായിരിക്കുമ്പോഴാണ് ജങ്കാറുകളെക്കാൾ സുഗമമായി വാഹനങ്ങളുടെ കയറ്റിടുകൾ സാധ്യമാവുന്ന റോറോ ഫെറി സർവീസുകൾ നാടിന് സമർപ്പിക്കുന്നത്. ഈ യാത്രാ സൗകര്യം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അന്നൊന്നും ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഇതിന് ആരും നോക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എറണാകുളത്തേക്കുള്ള പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ആ യാത്രക്കാരുടെ കാര്യങ്ങളും അതിന് ശക്തമായ ഒരുപാട് ജനശ്രദ്ധ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ടതും ഞങ്ങൾ അന്ന് തുടങ്ങി ഇതിൻ്റെ പുറകെ നടക്കുന്നത്. മൂന്നാമതൊരു റോറോ കൂടി എത്തുമ്പോൾ ഇടതടവില്ലാതെ സർവീസുകൾ സാധ്യമാകുമെന്ന ആശ്വാസത്തിനിടയിലും ചില ആശങ്കകൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് വൈപ്പിൻ നിവാസികൾ. ഞങ്ങളിത് സ്ഥിരം ഇതിലേ വരുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഇവർ പറയും, അവിടെ ചോദിക്കുമ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴൊക്കെ പറയും 3 ഉണ്ടെന്ന് പറയും. ഇവിടെ കൊണ്ട് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അവരല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും, ഡീസലില്ല, അല്ലെങ്കിൽ പാർട്സ് ഇല്ല, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇന്നത്തെ കണ്ടീഷൻ അതാണ്, അല്ലെങ്കിൽ ഇവിടെ കാലാവസ്ഥ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിവിടെ ചെയ്യുന്നത്. റോറോകളുടെ വിദേശ നിർമ്മിത എഞ്ചിനുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ ഇടയ്ക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും അതെല്ലാം പരിഹരിച്ചതായും അധികൃതർ വിശദീകരണം. ഈ റൂട്ടിൽ ഇപ്പോൾ മൂന്നാമതൊരു റോറോ വേണം എന്നുള്ളത് ആദ്യത്തെ 2 നീറ്റിലിറക്കിയപ്പോൾ തന്നെ വന്നിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ഇതിൻ്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഡ്രൈവേഴ്സും ഒക്കെ അതിനെ മര്യാദയ്ക്ക് അത് മാനേജ് ചെയ്യാതെ വന്നിട്ടുള്ള ചില തകരാറുകൾ, എഞ്ചിൻ തകരാറോ എന്തെങ്കിലും, എഞ്ചിൻ തകരാറല്ല, മറ്റേ ജെട്ടിക്കൊക്കെ വന്നിരിക്കുന്ന എന്തോ ചെറിയ തകരാറും ഉണ്ട്. മൂന്നാമതൊരെണ്ണം ഉണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ഫിറ്റ്നസ് റെഡിയാക്കാൻ വേണ്ടി കയറ്റുമ്പോൾ ഒരു റോറോ വെച്ചിട്ട് ഈ ഒരു റൂട്ടിൽ പോരായ്മയുണ്ട്, വലിയ ക്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതൊരെണ്ണത്തിനെ കുറിച്ചുള്ള ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ CSML സഹായത്തോടു കൂടി അത് ഇറക്കാനായിട്ട് സാധിച്ചു. വനിതകൾക്ക് സൗജന്യ യാത്രാ സൗകര്യങ്ങളുമായി